ഹലോ, എൻ്റെ ഫ്രണ്ട്സ് സുസ്മിതയും അവളുടെ ഹസ്ബൻഡ് വിഘ്നേഷ് ചേട്ടനും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വേറൊരു ഫ്രണ്ട് കൃഷ്ണേന്ദു ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അവളുടെ കുട്ടീനെയും കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ രാവിലെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരം കൃഷ്ണേന്ദുവിനെയും കുട്ടീനെയും കണ്ടിട്ട് ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആ കാണുന്ന ഷൂസ് ഞാൻ സിങ്കിക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. 2-3 തവണ ഓരോ ഷൂസ് ഓർഡർ ചെയ്തിട്ട് അതൊന്നും ഫിറ്റ് ആവാതെ റിട്ടേൺ അയച്ചിട്ട് ലാസ്റ്റ് കിട്ടിയതായിരുന്നു. ഇതിൽ ആ കീക്കി സൗണ്ടൊക്കെ ഉള്ളതിനും സിങ്കിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതിട്ട് നടക്കാനൊക്കെ ചെറുതായിട്ട് അവന് വലുതാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇനി വലുതാവുമല്ലോ അവന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. ഞങ്ങൾ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കുറേ നേരം നിന്നിട്ടായിരുന്നു ക്യാബ് ബുക്കായത് കേട്ടോ. അതുകൊണ്ട് തന്നെ കൃഷ്ണേന്ദുവിനോട് പറഞ്ഞ സമയത്ത് നിന്ന് ചെറുതായിട്ട് ഞങ്ങളൊന്ന് വൈകിട്ടുണ്ടായിരുന്നു. திட்டம் ஓகே கண்மணி, ஓஹோ காதலா ஐ லவ் யூ என்றால் சொன்னால் பொன்மணி, இதுதான் காதல் எக்ஸ்பிரஸ். കൃഷ്ണേന്ദുവിനെയും കുട്ടീനെയും കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോ ബാർ ഉണ്ട്, ടേറ്റ്സ് ഓഫ് ഫ്ലമിംഗോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറില്ല തന്നെ കേട്ടോ. പക്ഷേ ഇത്തവണ ഞങ്ങൾ അവരുടെ മേലെ ഭാഗത്തുള്ള സ്കൈ റൂഫ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആണ്, അവിടെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടിപൊളിയാണ് അവിടുത്തെ വൈബും ഭക്ഷണം നല്ല റീസണബിൾ ആണ്, റേറ്റ് എല്ലാം ഓക്കെയാണ്. അതിന് ഞങ്ങൾ അധികം ഇവിടെ വരലുണ്ട് കേട്ടോ. സിംഗിനെയും കൊണ്ട് ഇങ്ങനെ വരുന്നത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പോൾ മുന്നേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്ന കാരണം നമുക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ചാടാനും ഓടാനും നടക്കാനൊക്കെ തുടങ്ങിയ ശേഷം അവനൊരു ഭാഗത്ത് അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല. അതുതന്നെ തന്നെ അവനിങ്ങനെ എൻഗേജ് ചെയ്ത് ഇരുത്തിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കളിപ്പാട്ടോ അല്ലെങ്കിൽ നമ്മൾ അവൻ അറ്റൻഡ് കൊടുക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ അവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നിവൃത്തിയുള്ളൂ കേട്ടോ. അതൊരു ടാസ്ക്കാണ്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഭക്ഷണം അവന് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ കൊടുക്കലുണ്ട്. പനീര്, സൂപ്പ് അങ്ങനത്തെയൊക്കെ ഞാൻ കൊടുക്കലുണ്ട് കേട്ടോ. പിന്നെ അതല്ലെങ്കിൽ ഞാൻ സെർലാക്ക് തന്നെയാണ് അധികം അവന് പുറത്ത് പോകുമ്പോൾ എടുക്കലുള്ളത്. മാഗ്നറ്റ് വീഴിയാൽ മനதை திருடி விட்டார். மெல்ல விடை கொடு மனமே, இந்த நினைவுகள் கனமே. അതേപോലെ സിങ്കിക്ക് അടുത്ത് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. ആരെ കണ്ടാലും ഹായ് പറയുന്ന പരിപാടി. അതായത് അത്യാവശ്യം സോഷ്യലായിട്ടിരിക്കുന്നതൊക്കെ അടിപൊളിയാണ്, നല്ല തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത്യാവശ്യം അവർ തിരിച്ച് നല്ലോണം റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവൻ അവർ വിളിച്ച് ഹായ് പറയും. ഇതപ്പോൾ സൗണ്ട് കേട്ടില്ലേ, അതേപോലെ ഹാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഹായ് പറഞ്ഞുകൊണ്ടിരിക്കും. കുറേ പേര് അത്യാവശ്യം അവനോട് നല്ലോണം പിന്നെയും സംസാരിക്കാനൊക്കെ നിൽക്കും. ചിലർ 2-3 തവണ ഹായ് പറഞ്ഞിട്ട് തിരിഞ്ഞിരിക്കും കേട്ടോ. അപ്പം എനിക്ക് ഓം ശാന്തി ഓശാനൊക്കെ നസ്രീനെ ഓർമ്മ വരും. ദേഷ്യം വന്നിട്ട് ഇന്ന് അപ്പോൾ ഇനി തിന്നു വേണ്ടി കൊടുക്കില്ല. അതേപോലെ ഞാൻ എൻ്റെ കുട്ടിയെടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നൊക്കെ ഞാൻ ആലോചിക്കും കേട്ടോ. അതേപോലെ ഒരുപാട് നേരത്തെ ഡിസ്കഷന് ശേഷം ഞങ്ങൾ മെനു ഓർഡർ ചെയ്യണം കേട്ടോ. സുസ്മിതയുടെ വിഘ്നേഷ് ചേട്ടൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിഷസ് എല്ലാം ഓർഡർ ചെയ്തത് കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തീരുമാനിച്ചത്. അതിനും എല്ലാവർക്കും എല്ലാം ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. സിങ്കിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പനീരും സൂപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. சொல்ல போகிறாய் நியாயமா சக்கர நிலவே பெண் நிலவே காணும் போதே கரைந்தாயே, நிம்மதி இல்லை ஏன் இல்லை நீ இல்லை என்றால் வாழ்க்கையில் இல்லை வாழவில்லை. கண்ணோடி திறக்கும் போது கடவுள் எதிரே வந்தது போல ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡിഷസ് വരാൻ ഇവിടെ അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. അതേപോലെ ഞാൻ ആ പനീരൊക്കെ സിങ്കിക്ക് കൊടുത്ത് അവന് സെർലാക്കും കൊടുത്തിട്ട് ഞാൻ അവനെ ഓക്കെ ആക്കിയിട്ട് ഇരുത്തിയിട്ടോ. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. கைக்குட்டையில் நான் பிடித்து கையோடு மறைத்து கொண்டேன். மழை வர போகுதே, துளிகளும் தூருதே, நனையாமல் என்ன செய்வேன்? மெல்லினமே நெஞ்சில் மெல்லிய காதல்
അതേപോലെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, സിങ്കി സംസാരിക്കാൻ തുടങ്ങിയോ, അമ്മ അച്ഛ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയോ എന്നുള്ളത്. ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. അവൻ നല്ലോണം പറയും ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ആക്ഷൻ കാണിക്കാനും തീ അങ്ങനെയൊക്കെയാണ് വിളിക്കുക കേട്ടോ. പക്ഷേ പ്രോപ്പറായിട്ട് അവൻ വിളിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കേട്ടില്ല അതേപോലെ തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികൾ ഓരോരുത്തരും ഓരോ പോലെ ഇരിക്കില്ലേ. ഇപ്പോൾ യൂട്യൂബേഴ്സ് പ്രവീൺ ആൻഡ് മാളവിക, അവരുടെ രണ്ടുപേരെയും കുട്ടികളും ഇവന് ഒരേ പ്രായമാണ് കേട്ടോ. അവർ രണ്ടുപേരും November 2nd, ഇവൻ November 4th. അപ്പം ഞാൻ നോക്കുമ്പോൾ അവർ രണ്ടുപേരും നടക്കാൻ തുടങ്ങിയിട്ടില്ല, ഇപ്പോഴേനും മെല്ലെ നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇവൻ 11ാമത്തെ മാസത്തിൽ തന്നെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ പല്ല് ഇവന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സാവുന്ന സമയത്ത്, അവർക്ക് ഇപ്പോഴേ പല്ല് വരുന്നുള്ളൂ. അതേപോലെ ഗുൽസു, മാളവികയുടെ കുട്ടി ഓൾറെഡി സംസാരിക്കാൻ തുടങ്ങി അമ്മ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവൻ തുടങ്ങിയിട്ടില്ല, പ്രവീണിൻ്റെ കുട്ടിയും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഓരോ കുട്ടികളുടെ നേച്ചർ അനുസരിച്ചിട്ട് അവർ തുടങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാനും വെയിറ്റിംഗ് ആണ് അവൻ അമ്മ അച്ഛ എന്നൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഞങ്ങൾ കുറേ നിർബന്ധിച്ചു കേട്ടോ അവരെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർക്ക് പിറ്റേ ദിവസം എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ യാത്രയില്ല എന്ന് പറഞ്ഞിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയി, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും.